സാർ ജീവിത രീതി മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികളാണെങ്കിലും ജങ്ക് ഫുഡിൻ്റെ പുറകെ പോകുന്നു. ജോലിക്ക് പോകുന്ന മാതാപിതാക്കളാണ്. മധ്യവയസ്കരാണെങ്കിലും ചെറുപ്പക്കാരിലാണെങ്കിലും ജീവിത രീതി മൊത്തത്തിൽ മാറി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കരളിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മുടെ സാധാരണ ജീവിത രീതിയിൽ അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണത്തിൽ എത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം എന്ന് സാർ ഒന്ന് പറയാമോ? ഒരു ഫാറ്റി ലിവർ അല്ല അമിതവണ്ണമുള്ള ആൾക്കാർ എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസും ഫാറ്റും വേണം നമ്മുടെ ഡയറ്റിൽ, ഡെയിലി ഡയറ്റിൽ. പക്ഷെ അതൊരു മിതമായ രീതിയിൽ കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ പ്രോട്ടീൻ ആണെങ്കിലും കൂടുതലായിട്ട് ഹെൽത്തി പ്രോട്ടീൻസ്, നമ്മുടെ ഫിഷ് അല്ലെങ്കിൽ വൈറ്റ് മീറ്റ്സ്, ചിക്കൻ പോലെയുള്ള വൈറ്റ് മീറ്റ്, അതുകൂടാതെ പ്ലാൻ പ്രോട്ടീൻസ്, എന്ന് നമ്മുടെ പരിപ്പ്, പയർ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഈ മിൽക്ക് ബേസ്ഡ് പ്രോട്ടീൻസ്, നമ്മുടെ ടോഫു അല്ലെങ്കിൽ നമ്മുടെ പനീർ മുതലായ മിൽക്ക് ബേസ്ഡ് പ്രോട്ടീൻസ്, ആ പ്രോട്ടീൻസും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസും കൂടുതലായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. എഗ് വൈറ്റ്സ് കഴിക്കുക. എഗ് വൈറ്റ്സ് നല്ല പ്രോട്ടീനാണ്. നമ്മൾ കൂടുതലായിട്ടും റെഡ് മീറ്റ്സ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ചീസ്, പ്രോസസ്ഡ് മീറ്റുകൾ, റെഡ് മീറ്റ്, ബേക്കൺ, ചീസ്, അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാതിരിക്കുക. പ്രോസസ്ഡ് ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. പിന്നെ ഷുഗേഴ്സ് ആണെങ്കിലും നമ്മളൊരു ഹോൾ ഗ്രെയിൻ, വീറ്റും ഹോൾ ഗ്രെയിൻ സീരിയൽസും കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. റിഫൈൻഡ് ഉള്ള സാധനങ്ങൾ, റിഫൈൻ മൈദ പോലത്തെ കാര്യങ്ങൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നതാണ്. റിഫൈൻഡ് ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. പിന്നെ ഈ ജങ്ക് ഫുഡ്സ് കഴിയുന്നു അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർഗേഴ്സും പിസ്സാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. നമ്മുടെ കോള, കോക്ക്, പെപ്സി എന്നിവയിൽ ഒത്തിരി റിഫൈൻഡ് ഷുഗേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്ന വഴി നമുക്ക് ഒരു പരിധിവരെ ലിവറിൽ ഫാറ്റ് വരുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു റെഗുലർ എക്സസൈസ്, നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞില്ലെങ്കിൽ പോലും ഒരു റെഗുലറായിട്ട് ഒരു 30 to 45 മിനിറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ളൊരു എക്സസൈസ്, എന്തും ആകാം. നടത്തമാകാം, ഒരു സുംബയാകാം, യോഗയാകാം, ജിമ്മിൽ പോകുന്നതാകാം, നമുക്കിഷ്ടമുള്ള ഏത് എക്സസൈസും നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഡെയിലി ഒരു 30 to 45 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുക. ആൽക്കഹോൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. നമ്മൾ ചിലർ പറയും മിതമായി കഴിക്കുന്നത് നല്ലതാണെന്ന്. പക്ഷേ ഒരു ആൽക്കഹോൾ ഒരിക്കലും ഒരു മിതമായ ഒരു രീതിയിൽ നിർത്താൻ പറ്റാറില്ല ആൾക്കാർക്ക്. അതുകൊണ്ട് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. അത് വൈന്, ബിയർ, ഹാർഡ് ലിക്കേഴ്സ് എല്ലാത്തിലും ബേസിക്കലി ഇതിൽ ആൽക്കഹോളുണ്ട്, ആൽക്കഹോൾ കണ്ടൻ്റാണ്. അപ്പോൾ വൈൻ കഴിക്കുന്നതും ബിയർ കഴിക്കുന്നതും ബാക്കി ഹാർഡ് ലിക്കർ കഴിക്കുന്നതും എല്ലാം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ആവശ്യമില്ലാത്ത മരുന്നുകൾ, നമുക്ക് അറിയാൻ മേലാത്ത മരുന്നുകൾ, ഇപ്പം പലപ്പോഴും നമ്മൾ അറിയാൻ മേലാത്ത മരുന്നുകൾ അവോയ്ഡ് ചെയ്യുക. ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ മാത്രം കഴിക്കുക. പിന്നെ സപ്ലിമെൻറ്റ്സും, നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ സപ്ലിമെൻറ്റ്സും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം അത് ഭയങ്കര സേഫാണ്, നമുക്ക് ബോഡി ഇമ്മ്യൂണിറ്റി കൂട്ടും, നമ്മുടെ ബോഡി ബിൽഡിങ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത് പലപ്പോഴും ഇങ്ങനത്തെ സപ്ലിമെൻറ്റ്സും ലിവറിനെ നമ്മൾ ഒത്തിരി നാൾ കഴിച്ചാൽ ലിവറിനെ ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൾ, ആവശ്യമില്ലാത്ത സപ്ലിമെൻറ്റ്സ്, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മരുന്നുകൾ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. മദ്യപാനം അവോയ്ഡ് ചെയ്യുക. ഒരു ഹെൽത്തി ഡയറ്റ് നോക്കുക. ഒരു റെഗുലർ എക്സസൈസ്, ഇത് ചെയ്യുന്ന വഴി നമുക്കെപ്പോഴും നമ്മുടെ ലിവറിനെ കാത്തു സൂക്ഷിക്കാൻ പറ്റും.